ഹലോ ഗൈസ്, ഞാനിന്ന് ഇത്രയും ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും സംഭവം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താ പറയുക, യു എയിൽ ഫസ്റ്റ് മിസൈൽ അലേർട്ട് വന്ന ദിവസം എന്ന് പറയുന്നത് എനിക്കൊരു സീരീസ് ഓഫ് സംഭവങ്ങളാണ് ഉണ്ടായത്. എന്താ പറയുക, സീരീസ് ഓഫ് ഡ്രമാറ്റിക് ഇവൻറ്റ്സ് ആണ് ശരിക്കും ഫസ്റ്റ് മിസൈൽ വന്ന ദിവസം ഉണ്ടായിട്ടുള്ളത്. സോ ഞാൻ വിചാരിച്ചു അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ആർക്കും ഇങ്ങനത്തെ ഒന്നും എക്സ്പീരിയൻസ് വരല്ലേ എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുകയാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടാവരുത്. ബട്ട് സ്റ്റിൽ ഇതിപ്പോൾ ആലോചിക്കുമ്പോൾ കോമഡിയാണ്. പക്ഷെ അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുക, അത്ര ഇമോഷൻസിൽ കൂടെ പെട്ടെന്ന് കടന്നുപോയ ഒരു ദിവസമായിരുന്നു 28 ഫെബ്രുവരി 2026 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഐ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ഇറ്റ്സ് മൈ ഹോൾ സ്റ്റോറി ഓഫ് ദ ഡേ. സോ ഞാൻ ഇന്ന് ആദ്യം എണീക്കുന്നത് തന്നെ 11:30 ആയപ്പോൾ ക്ലയൻറ്റിൻ്റെ മെസ്സേജൊക്കെ കിട്ടിയിട്ടാണ് എണീക്കുന്നത്. ഈ മാസം ഫെബ്രുവരി എന്ന് പറയുന്നത് എനിക്ക് വർക്ക് റിലേറ്റഡ് ഭയങ്കര സ്ട്രെസ്സും വർക്ക് പ്രഷറും എല്ലാം ഉള്ള ഫുള്ള് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ഫ്രം ഹോം തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ്. ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള സാധനം മാത്രമാണ്. അപ്പം 11:30 ആയപ്പം ക്ലയൻറ്റൊക്കെ വിളിച്ച് എണീപ്പിച്ച് ഞാനൊരു 1 മണിയായപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് 1 മണി ആയപ്പോഴാണ് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെയാണ് അലേർട്ട് വന്നു. ഒരു 1 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അലേർട്ട് വന്നു. അപ്പോൾ അലേർട്ട് വന്ന സമയത്ത് ഞാൻ റൂമിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പാനിക്കായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ അലേർട്ട് വന്നപ്പം ഞാൻ ഇവിടെ യൂഷ്വലി യു എയിൽ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എയിൽ ബിൽഡിങ്ങിന് തീ പിടിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് വായിക്കാണ്ട് ഫുള്ള് വായിക്കാതെ വേഗം പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അവരെ കുറച്ച് പേര് ആ 2 പേരെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു മിസൈലിൻ്റെ മെസ്സേജാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മിസൈലോ? അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര പാനിക്കായി പോയില്ലേ. എന്നിട്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ട് ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ഞാൻ ജോലിക്ക് പോയിരിക്കുകയാണ്, പക്ഷേ നീ ഇത് രാവിലെ ന്യൂസൊന്നും കേട്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ ന്യൂസൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, എന്താ അവസ്ഥ എന്ന് ആർക്കും അറിയില്ല, സേഫായിട്ട് ഇരിക്കുക, അല്ലാണ്ട് ഒന്നും പറയാനില്ല, വേൾഡ് വാറൊക്കെ ആവും ഇത് ശരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോഴത്തേക്ക് ഫുള്ള് പാനിക്ക്. ഞാൻ പിന്നെ ഫോൺ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വേറെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ ഡ്രസ്സ് മാറി. കാരണം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങി ഓടേണ്ടി വരുന്നു. വേഗം വന്നിട്ട് ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കരയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കര കരഞ്ഞുകൊണ്ട് ഞാൻ ആൾക്കാരെ വിളിക്കുന്നു. എന്നിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ പപ്പേനെ മമ്മീനെ വിളിക്കണോ? അല്ലെങ്കിൽ ഇനിയിപ്പം പപ്പേനെ മമ്മീനെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ? ബിക്കോസ് ഞാൻ മരിച്ചു പോകുന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് സൗണ്ട് കേൾക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അലേർട്ട് കേട്ടിട്ട് എന്തിനാണ് ഞാൻ ഇത്രയും ഇതാവുന്നതെന്ന്. കാരണം എനിക്ക് സൗണ്ട് കൂടെ കേൾക്കാം. അലേർട്ട് വരുന്നു, ഇങ്ങനെ മിസൈലാണ്, ഇത് പൊട്ടുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു തീർന്നു, ഇവിടെ അടുത്ത് എവിടെയോ എത്തിയിട്ടുണ്ട്. ഞാൻ കരച്ചിലും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, വെപ്രാളവും അങ്ങനെയൊക്കെ. അതാണെങ്കിൽ ഞാൻ അപ്പോൾ എൻ്റെ മറ്റേ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ പറഞ്ഞു നീ അപ്പുറത്തെ റൂമിലൊക്കെ ചോദിച്ചു നോക്കുക, അവരൊക്കെ എന്താ ചെയ്യുന്നത്, അവിടെയൊക്കെ ഒന്ന് തട്ടി നോക്ക്. അപ്പോൾ അവരെയൊക്കെ തട്ടി നോക്കുമ്പോൾ ആരുമില്ല. ഇതൊരു 2 BHK ആണ്. അല്ലെങ്കിൽ ഞാൻ ഒരു റൂമിൽ 2 റൂമിലും ആരുമില്ല. അപ്പം ഞാൻ ചോദിച്ചു ദൈവമേ, അവരൊക്കെ നേരത്തെ ഇൻഫർമേഷനൊക്കെ കിട്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, ഞാനിവിടെ ഒറ്റയ്ക്കുമാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അപ്പുറത്തെ റൂമിലെ ഫാമിലിയാണ്, അവർ തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളിങ്ങനെ മെസ്സേജ് കിട്ടിയോ, അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നോടും പറയണേ, അങ്ങനെയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് എന്നോടും പറയണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിപ്പം തന്നെ പുറത്തേക്ക് പോയി. ഞാൻ വിചാരിച്ച് ഇനി എന്തിനാ പുറത്തോട്ട് പോകുന്നത്, ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് പോയി നോക്കാമെന്നുള്ള രീതിയിൽ അവർ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പാസ്പോർട്ട് എടുത്തിട്ട് പോകാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പണ്ടേ ഈ തീപിടുത്തം എന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് പലരും ഇവിടെ ഇങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് പോകണം എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ബാഗിൽ വേഗം പാസ്പോർട്ടൊക്കെ എടുത്ത് ഒരു കുഞ്ഞ് ബാഗിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഫോണും എടുത്തിട്ട് താഴേക്ക് പോയി. ഇപ്പം താഴെയും കുറേ ആൾക്കാരുണ്ട്. പുറത്തിറങ്ങരുതെന്നൊരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ജനലിൻ്റെ വിൻഡോസിൻ്റെ അടുത്തൊന്നും നിൽക്കരുത്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പാനിക് ആവുമല്ലോ പെട്ടെന്ന് ഫസ്റ്റ് ഈ മെസ്സേജ് വരുമ്പോൾ. അതായത് മിസൈൽ ത്രെട്ടുണ്ട്, നിങ്ങൾ സുരക്ഷിതമായ ഒരു ബിൽഡിങ്ങിലിരിക്കുക, ജനലിൻ്റെ വാതിലിൻ്റെ ഒന്നും അടുത്തൊന്നും ഇരിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള, ഞാൻ ഫസ്റ്റ് ഫ്ലോറാണ്, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ പോയി നിന്നു. കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കുറേ പേര് അങ്ങനെയൊക്കെ. അപ്പോഴത്തേക്കും മമ്മി വിളിക്കുന്നു, അഭിനെ വിളിക്കുന്നു. കാരണം ഞാൻ പപ്പേനെയും മമ്മീനെയൊക്കെ ഇൻഫോം ചെയ്തു. ബിക്കോസ് ഇനി എനിക്ക് അവരെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഒരു തോന്നലുണ്ട്. ഞാൻ അവരെ വിളിച്ചു. ആദ്യം ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ അവരെ വിളിച്ചായിരുന്നു. പിന്നെ അവർ വിളിക്കാൻ തുടങ്ങി. പപ്പ വിളിച്ചിട്ട് പിന്നെ പപ്പേനെ മൈൻഡ് ആക്കിയിട്ടില്ല കേട്ടോ. മമ്മി അനിയത്തിയും ദൂരെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാണെന്ന് അറിയില്ല, അപ്ഡേറ്റ് തരാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഫോണിൽ അധികം കളിക്കാനും തോന്നുന്നില്ല, ന്യൂസൊക്കെ നോക്കാം. കാരണം
എൻ്റെ ഫോൺ ഐഫോൺ ആയതുകൊണ്ട് 30% ചാർജുള്ളൂ. അത് പെട്ടെന്ന് തീരും. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വേറെ ആൾക്കാർ സ്റ്റെപ്പിലിരുന്ന് ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെ വാറാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടും ഒരു ഇതില്ലാതെ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫോണിൽ ഒട്ടും ചാർജില്ല. അപ്പം എല്ലാ എമർജൻസി സിറ്റുവേഷൻസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റൂമിൽ വന്ന് ചാർജ് ചെയ്യാൻ വന്നു. ചാർജ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ തിരിച്ചു പോയെന്ന് തോന്നുന്നു, ആരെയും കാണുന്നില്ല. അപ്പോൾ ആണെങ്കിൽ എൻ്റെ ഫ്ലാറ്റിലേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഈ ഫ്ലാറ്റിൽ ആരുമില്ല. പിന്നെ ആ ഫാമിലി തിരിച്ചു വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഫാമിലി വീണ്ടും എവിടേക്ക് പോയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് അവരെ അറിയുന്ന ആരുടെയെങ്കിലും അടുത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ വീണ്ടും അന്നത്തെ എൻ്റെ ഡേ ഞാൻ വീണ്ടും ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ്. അപ്പം വിളിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും രണ്ടുപേരൊക്കെ സോറി വർക്കിംഗ് ഡേ ആയതുകൊണ്ട് രണ്ടുപേരൊക്കെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വർക്കിനൊക്കെ പോയിരിക്കുക. അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി ഓവർ തിങ്കിങ്ങും എല്ലാത്തിനും എക്സ്ട്രീമാണ്. പാനിക്കിങ്ങും കൂടെ ആയപ്പം എനിക്കാണെങ്കിൽ വയറിന് വേദന, ലൂസ് മോഷൻ, കാരണം എനിക്ക് പേടി വന്നു കഴിഞ്ഞാൽ ഇതെന്തായാലും വരും. അതിൻ്റെ ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകുന്നു, ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴത്തെ നല്ല പൊട്ടൽ, അത് കേട്ടിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഫുള്ള് സീനായിരുന്നു. എന്താ പറയുക, ഞാൻ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൊട്ടുന്നു. ബിൽഡിങ്ങിലൊക്കെ ആ ഒരു വൈബ്രേഷൻ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. നല്ല പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിച്ചു. എന്തൊക്കെ ആവും എങ്ങനെയാവും ഒന്നും അറിയത്തില്ല. ഫോണൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്തതുകൊണ്ട് റൂമിലെ വിൻഡോന്നൊക്കെ മാറി ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ബാഗിൽ പാസ്പോർട്ടും അതും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഞാൻ, പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്തയൊക്കെ ചൊല്ലി. അതുണ്ടോ കൊന്തയൊക്കെ എടുത്തിട്ടത് അതിന് ശേഷമാണ്. ബൈബിളൊക്കെ വായിച്ച് അങ്ങനെ എപ്പം മരിക്കുമെന്നൊന്നും അറിയില്ല. ഞാൻ ഇതിനോട് പറയുന്നുണ്ട്, എടി ഞാൻ മരിക്കുവാണെങ്കിൽ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിക്കണം. അങ്ങനെയൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കേട്ടോ. ഞാൻ ലിറ്ററലി വിചാരിച്ച് തീരും, എപ്പോൾ വേണമെങ്കിലും തീരാം, അങ്ങനെ ഒരു ഇതല്ല. പിന്നെ എനിക്ക് അധികം ചിന്തിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് രാത്രി എങ്ങനെയൊക്കെയോ ആയി, ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല. അതിന് വൈകുന്നേരം ആയപ്പം ആരൊക്കെ പറഞ്ഞപ്പോഴാണ് എന്ത് ഫുഡ് കഴിക്കാതിരുന്നിട്ട് ഇനി എന്താ കാര്യം, ഓക്കെ ഫുഡ് കഴിക്കാം. വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുറേ സ്ട്രെസ് ലെവലൊക്കെ ആ ഒരു ടെൻഷൻ എന്ന് പറയുന്ന സാധനം എല്ലാം കുറഞ്ഞു കേട്ടോ. അപ്പോൾ വൈകുന്നേരം പോയി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ രാത്രി നേരത്തെ കിടക്കാം, കാരണം എപ്പോൾ വേണമെങ്കിലും അലേർട്ട് വരാം, നമ്മൾ എണീക്കേണ്ടി വരും. അപ്പോൾ കിടന്നാലും ഉറങ്ങുമ്പോൾ ഒന്നും അറിയില്ല. പക്ഷെ ഞാനന്ന് വേഗം കിടന്ന് ഉറങ്ങി. എനിക്കറിയില്ല എൻ്റെ സ്ട്രെസ്സ് ഞാൻ അത്ര എടുത്തുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉറങ്ങി ഒരു 12 മണിയായപ്പോൾ വീണ്ടും അലം ഇത് വന്ന്. അപ്പം ഞാൻ അപ്പുറത്തെ റൂമിലെ ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഇനി നിങ്ങൾ രാത്രി എങ്ങാനും അലേർട്ട് എങ്ങാനും കിട്ടുമോ എന്തെങ്കിലും ആണെങ്കിൽ എന്നെ വിളിക്കണേന്നൊക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, അവൻ എണീറ്റിട്ടില്ലായിരുന്നു തോന്നുന്നു. ഞാൻ എണീറ്റ് ഞാൻ പിന്നെ കുറേ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് ഇതൊക്കെ ആക്കി. പിന്നെ മനസ്സിലായി ഒന്നും ചെയ്യാനില്ല, സെക്യൂറായിട്ട് ഇരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഉറങ്ങി. പിന്നെ അതങ്ങനെ സ്ട്രെസ് ലെവൽ കുറഞ്ഞ് ഇത് പിന്നെ ഒരു നോർമൽ സിനാരിയോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുമായിട്ട് അഡാപ്റ്റായി. പക്ഷേ എന്താ പറയുക, ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ലൈക്ക് ലിറ്ററലി നമ്മൾ ചിന്തിക്കാൻ ഓവർ തിങ്കിങ് കാരണം ഈ പല രാജ്യത്തും ഇങ്ങനെയായിരിക്കുമല്ലോ, പെട്ടെന്നായിരിക്കുമല്ലോ ബോംബ് പൊട്ടി മരിക്കുക. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും മിസൈൽ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും സംഭവിക്കും. പിന്നെ ആ സൗണ്ടും എല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്കും എന്താ പറയുക, ശരിക്കും പാനിക്കായി. ഞാൻ ഒറ്റയ്ക്കായി പോയതുകൊണ്ട് ഒറ്റയ്ക്ക് റൂമിലൊക്കെയാണ്. അപ്പോൾ ഫ്ലാറ്റിൽ പെട്ടെന്ന് ആരുമില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോമഡി ഉണ്ടായി. അന്നത്തെ ദിവസം ഞാനാണെങ്കിൽ പുറത്തിങ്ങനെ ഇങ്ങനെ പറയുക ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണല്ലോ. അപ്പം ഫ്ലാറ്റിൽ ആരും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഫ്ലാറ്റ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ 2 പേര് വന്നിരിക്കുന്നു. അവർ എന്താ പറയുക, ബാഗൊക്കെ എടുത്തിട്ട്. ഞാൻ വിചാരിച്ചു ദൈവമേ ഇതൊക്കെ ആയിട്ട് ആൾക്കാർ സാധനങ്ങളൊക്കെ എടുത്ത് ഓടാനൊക്കെ തുടങ്ങിയോ, അങ്ങനെ വിചാരിച്ചു കേട്ടോ മനസ്സിൽ, കാരണം ബാഗൊക്കെ എടുത്തുനിന്ന്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ എന്താ. അപ്പം ഞാൻ വിചാരിച്ചു വേറെ അവരുടെ സ്ഥലത്ത് സെക്യൂർഡ് ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഇങ്ങോട്ടേക്ക് വല്ലതും വന്നായിരിക്കും, ഇവർ റൂമില്ലാത്ത ആൾക്കാരായിരിക്കും, അങ്ങനെ എന്തൊക്കെ വിചാരിച്ച്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്യാൻ വന്നതാണ്. അത് എക്സാക്ട്ലി 28 ഫെബ്രുവരി ആയതുകൊണ്ട് ഇവിടെ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ദിവസമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും എന്താ പറയുക, ഇന്നെ ആലോചിക്കുമ്പോഴാണ് ഇത്രയും കോമഡി ആയിട്ട് തോന്നുന്നത്. എന്നിട്ട് ഞാനന്ന് കരഞ്ഞിട്ട് ലിറ്ററലി എൻ്റെ ടവലിലൊക്കെ ജലദോഷമൊക്കെ വന്നിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് അറിയുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ടവലെടുത്ത് നോക്കുമ്പോഴാണ് ജലദോഷമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും പോലും എനിക്ക് ചിന്തിക്കാനുള്ള ബോധമില്ല. ഞാൻ കരഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറയുക, സൗണ്ടൊക്കെ ഇടറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫോണൊക്കെ ചെയ്യുന്ന സമയത്ത്. ഫാമിലീനെ അത്ര പേടിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ഞാൻ നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദിസ് ഇസ് മൈ ഹോൾ എക്സ്പീരിയൻസ് ഓൺ ദാറ്റ് ഡേ. ഇനി എന്താവും ഇനിയും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എല്ലാം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, എല്ലാം ഒന്ന് നോർമലായിരുന്നെങ്കിൽ എന്ന് മാത്രമാണ്. എന്താ പറയുക, ഈ അൺസർട്ടനിറ്റി ഇല്ലേ, എന്താ പറയുക, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരവസ്ഥ. ഇനി എന്താണെന്ന് അറിയില്ല, എന്താ സംഭവിക്കുന്നതെന്ന് ശരിക്കും അറിയത്തില്ല. എന്താ പറയുക, അത് നമ്മളെ ഇനി എന്ത് ചെയ്യുന്നുള്ള കാര്യം ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ലൈഫിൽ ഇങ്ങനെ ഭയങ്കര സ്റ്റക്കായിട്ട്, ഓൾറെഡി സ്റ്റക്കായ പോലെയാണല്ലോ, അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓരോരോ സംഭവം. എന്തായാലും എല്ലാം നല്ലതായി സംഭവിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കാം, എല്ലാം ഒഴിവാവണേ, വാറൊന്നും ഉണ്ടാവരുതേ, ഒരു സ്ഥലത്തും വാറുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കാം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ടാറ്റ.